ഇവർ രണ്ടും ഞങ്ങളുടെ മക്കളാണ്. മൂത്ത ഇപ്പം ഇനി 9-ലോട്ടും ഇളയാൾ ഇനി 6-ലോട്ടുമാണ് പഠിക്കുന്നത്. എൻ്റെ ഇച്ചായൻ ഇങ്ങനെ ജോലിക്ക് പോയെടുത്ത് ഒരു അപകടം സംഭവിച്ച് ഇപ്പം ഇങ്ങനെ സുഖമില്ലാത്ത അവസ്ഥയ്ക്ക് കിടക്കുകയാണ്. ഇച്ചായൻ്റെ ഒറ്റ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. സന്തോഷമായിട്ട് കഴിഞ്ഞൊരു കുടുംബമാണ്. പിന്നെ ഇവിടെയുള്ള ഞങ്ങൾ വാർഡ് മെമ്പറും അയലത്തുള്ള ആൾക്കാരെല്ലാം കൂടി സഹായിച്ചാണ് ഇത്ര നാളെ ഞങ്ങൾ ഇങ്ങനെ സുഖമില്ലാതെ ആയതിനു ശേഷം ഞങ്ങൾ പട്ടിണിയായിരുന്നു. 4 ദിവസം ആഹാരമൊന്നും കഴിക്കാതെ കിടന്നിരുന്നത്. അപ്പോൾ വലിയ നേരം ഞങ്ങൾ പിടിച്ചു നിന്നു. മക്കൾ രണ്ടും തീരെ വയ്യാതായിപ്പോയി. അതിനുശേഷം മക്കൾ ഛർദ്ദിക്കുകയും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. കൊണ്ടു ചെന്നപ്പോൾ അവിടെ പറഞ്ഞ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. തീരെ വയ്യായിരുന്നു മോന്. അപ്പോൾ പൈസ ഇല്ലാതെ കാരണം വെച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. ഞങ്ങൾ ആരുടെ പറഞ്ഞിരുന്നില്ല ഈ ഒരു സംഭവം, ഇങ്ങനെ പട്ടിണി കിടക്കുകയാണെന്നുള്ള വിവരം. അതിനുശേഷം അവരെല്ലാം അറിഞ്ഞ് ഞങ്ങൾ വഴക്കും പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ പറയായിരുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ ഏറെക്കുറെ ആ ഒരു അവസ്ഥയിലാണ്. ഇനി മക്കൾക്ക് സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അതിനുള്ള വഴി പോലും ഞങ്ങൾക്കില്ല. ഇച്ചായനും ഇങ്ങനെ പോകാൻ പറ്റാത്തത് കൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് തന്നെ